വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചെയിൻ സർവേയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ചെയിൻ സർവേ എന്ന് നമുക്ക് നോക്കാം. പൊതുവെ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ യൂസ് ചെയ്യുന്നത്. ഈ ചെയിൻ സർവേ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫെയർലി ലെവലായിട്ടുള്ള സ്മോൾ ഏരിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയാങ്കുലേഷനാണ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു പ്ലോട്ട് കിട്ടുവാണെങ്കിൽ അതിനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ചെയിൻ സർവേയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെയിന്, ടേപ്പ്, ആരോ, റേഞ്ചിങ് റോഡ്, ക്രോസ് സ്റ്റഫ്, പ്ലം പോപ്പ്, അതുപോലെ തന്നെ ഹാമർ, വുഡൻ മാലറ്റ്, ഓഫ്സെറ്റ്, പെക്സ്, ഒപ്റ്റിക്കൽ സ്ക്വയേഴ്സ്. അതല്ലാതെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് എക്സ്ട്രാ ഇൻസ്ട്രുമെൻ്റ് കൂടെ പഠിക്കുന്നുണ്ട്. ബട്ട് റോഡ്, ലെയ്ത്ത് വൈറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റേഞ്ചിങ് അല്ല ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയിൻ നോക്കാം. ചെയിൻ എന്ന് പറയുമ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ 4 mm തിക്നെസ്സിലാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയേഴ്സ് 4 mm തിക്നെസ്സിലാണ്. ഇതിനൊരു ബ്രാസ് ഹാൻഡിൽസ് ഉണ്ട്. ഈ ബ്രാസ് ഹാൻഡിൽസിൽ തന്നെ നമ്മളൊരു ഗ്രൂ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആരോസൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. സോ ഈ ബ്രാസ് ഹാൻഡിൽസിൽ ഒരു സിവൽ ജോയിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സിവൽ ജോയിൻറ്റിനെ തന്നെ നമ്മൾ ഐ ബോൾട്ട് എന്നൂടെ പറയുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെയിനിലുണ്ടാകുന്ന ട്വിസ്റ്റിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ ചെയിനിൻ്റെ ഡിഗ്രി ഓഫ് ആക്യുറസി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് 1/1000 ആണ്. ഡിഗ്രി ഓഫ് ആക്യുറസി 1/1000 ആണ് പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ഒരു ഗ്രൂ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്രൂവ് നമ്മുടെ ആരോസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ലിങ്കും എന്ന് പറഞ്ഞാൽ അത് 20 cm ആണ് വരുന്നത്. ആ 20 cm എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും 3 റിങ്സ് ഉണ്ട്. സോ ഈ മിഡിൽ റിംഗ് ടു മിഡിൽ റിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 1 ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയിനിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇതിൽ കാണുമ്പോൾ ഫിഗറിൽ കാണുമ്പം തന്നെ അറിയാം ഈ ഒരു 3 സംഭവങ്ങൾ. ഇതല്ലാതെ തന്നെ ഒരു റിങ് കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ റിങ് എന്ന് പറയുന്നത് ബ്രാസ് റിങ് എന്ന് പറയുന്നത് ഓരോ 1 മീറ്ററിലും പ്രൊവൈഡ് ചെയ്യുകയും ഇതുപോലത്തെ ടാലി എന്ന് പറയുന്നത് ഓരോ 5 മീറ്ററിലും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 5 മീറ്ററിൽ കൊടുക്കുമ്പോൾ സിംഗിൾ ടാലി ആയിരിക്കും വരുന്നത്. അത് 10 മീറ്റർ ആകുമ്പോൾ ഡബിൾ ടാലി ആയിട്ട് വരും. 15 മീറ്റർ ആകുമ്പോൾ ട്രിപ്പിൾ ടാലി ആയിട്ട് വരും. വീണ്ടും നേരെ എന്ത് ചെയ്യും, അടുത്ത 15 കഴിഞ്ഞിട്ട് അടുത്ത ഇതിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇതേ സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ ടാലീസ് തന്നെ, അല്ലാതെ എക്സ്ട്രാ വരത്തില്ല. ഈ സെയിം ടാലീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ചെയിനിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ചെയിൻ നോക്കാം. ഈ ടൈപ്സ് ഓഫ് ചെയിൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്, മെട്രിക് ചെയിനും നോൺ മെട്രിക് ചെയിനും. അപ്പോൾ ഇതിൽ നമ്മൾ മെട്രിക് ചെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ മെട്രിക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ് മെട്രിക് ചെയിൻ നോർമലി ബ്രാസ് ഹാൻഡിൽസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇതിൽ അവൈലബിൾ ആവുന്ന ലെങ്ത് 20 മീറ്റർ 30 മീറ്റർ 2 ലെങ്തിലും നമുക്ക് മെട്രിക് ചെയിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ 20 എടുക്കുകയാണെങ്കിൽ അതിൽ 100 ലിങ്ക്സും 30 മീറ്റർ എടുത്താൽ അതിൽ 150 ലിങ്ക്സും ആണുള്ളത്. ഇതൊക്കെ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 20 മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ലിങ്ക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 100 ലിങ്ക്സും, അതേസമയം 30 മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ലിങ്ക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 150 ലിങ്ക്സും ആണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അവിടെ ബ്രാസ് റിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാസ് ടാലീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രാസ് റിങ്സ് എന്ന് പറയുമ്പം എവരി 1 മീറ്ററിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രാസ് ടാലീസ് എന്ന് പറയുമ്പം എവരി 5 മീറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് മെട്രിക് ചെയിനിൽ പറയാനുള്ളത്. സോ നമുക്ക് രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള നോൺ മെട്രിക് ചെയിൻ എന്താണെന്ന് നോക്കാം. നോൺ മെട്രിക് ചെയിനിലെ മെയിനായിട്ട് 3 ചെയിൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എൻജിനീയേഴ്സ് ചെയിന്, അതുപോലെ തന്നെ സർവേസ് ചെയിൻ ഓർ ഗണ്ടേഴ്സ് ചെയിന്, പിന്നെ ഉള്ളത് റവന്യൂ ചെയിൻ. അങ്ങനെ ഈ 3 ടൈപ്പ് ചെയിൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം നമുക്ക് എൻജിനീയേഴ്സ് ചെയിൻ എന്താണെന്ന് നോക്കാം. ഈ എൻജിനീയേഴ്സ് ചെയിനിൽ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്താണ്.
ലെങ്ത് നമ്മൾ ഫീറ്റിലാണ് നോർമലി പറയുന്നത്. അപ്പോൾ 100 ഫീറ്റ് ലെങ്ത് ആണ്. അപ്പോൾ 100 ഫീറ്റ് ലെങ്തിൽ എത്ര ലിങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അതും 100 ആണ് വരുന്നത്. സോ എഞ്ചിനീയേഴ്സ് ചെയിനിൽ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യം, അതിൻ്റെ ലെങ്ത് 100 ഫീറ്റ്, അതുപോലെ തന്നെ അതിൽ എത്ര ലിങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 100 ലിങ്ക് ആണ് വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 ലിങ്ക് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ഫീറ്റ് ആണ് വരുന്നത്. ഓക്കെ, 1 ലിങ്ക് ഈസ് ഈക്വൽ ടു 1 ഫീറ്റ്. സോ അടുത്ത ചെയിൻ എന്ന് പറയുന്നത് സർവേയർ ചെയിനാണ്. സർവേയർ ചെയിനിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഗണ്ടേഴ്സ് ചെയിൻ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്. അതുപോലെ അത് എത്ര ലിങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൽ 100 ലിങ്കാണുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 1 ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫീറ്റ് എന്നാണ് കിട്ടുന്നത്? 0.66 ഫീറ്റ് എന്നാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന സർവേയർ ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ലാൻഡ് മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യാറുണ്ട്. ആ ലാൻഡ് മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ മൈൽസ് അല്ലെങ്കിൽ ഫർലോങ്, ഏക്കേഴ്സ്, ഇതിൻ്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ സർവേയർ ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈപ്പ് റവന്യൂ ചെയിനാണ്. റവന്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ് വരുന്നത്. അതുപോലെ ലിങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 16 ലിങ്കാണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 1 ലിങ്ക് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? നമ്മൾ 2/116 ഫീറ്റ് ഈ ഒരു രീതിയിലാണ് പറയുന്നത്. പോയിൻറ്റഡ് ഫ്രാക്ഷൻ വാല്യൂസ് അല്ല നമ്മൾ പറയുന്നത്, ഡെസിമൽ വാല്യൂസ് അല്ല പറയുന്നത്, ഈ ഒരു രീതിയിലാണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? 33/16 ആണ് വരുന്നത്. വെച്ചാൽ 16 × 2 നമുക്കറിയാം 32 + 1 33. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 33/16 2/1/16 എന്നുള്ള ഫോമും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി റവന്യൂ ചെയിൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കഡസ്ട്രൽ സർവേ. നമ്മൾ കഡസ്ട്രൽ സർവേ പഠിച്ച സമയത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റവന്യൂ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കഡസ്ട്രൽ സർവേയിലാണ്. സോ ഇത്രയുമാണ് മെയിനായിട്ടുള്ള നോൺ മെട്രിക് ടൈപ്സ് ഓഫ് ചെയിൻ. അപ്പോൾ എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ട്. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ സർവേയർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണെന്ന് പറഞ്ഞു. റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടേപ്പാണ്. ടേപ്പിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ക്ലോത്ത് അല്ല എങ്കിൽ ലിനൻ ടേപ്പ്. അപ്പോൾ ക്ലോത്ത് അല്ല ഓർ ലിനൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ ഇതൊരു റഫ് അല്ലെങ്കിൽ സബ്സിഡറി മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറിനെ ഈസിലി ആയിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. 16 mm വിഡ്ത്താണ് വരുന്നത്. അതുപോലെ ഇതിൽ തന്നെ ഒരു ചെറിയൊരു ബ്രാസ് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലെങ്ത് 30 മീറ്റർ ആണ് വരുന്നത്. ഈ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ 12 to 50 mm വിട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു 16 എന്ന് പറയുന്ന റൗണ്ടഡ് വാല്യൂവിലാണ് നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടെ പറയാം, ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് എന്ന് പറയുന്നത് റഫ് അല്ലെങ്കിൽ സബ്സിഡറി മെഷർമെൻറ്റിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റഫ് അല്ല എങ്കിൽ സബ്സിഡറി മെഷർമെൻറ്റ്. അതുപോലെ തന്നെ ഈസിലി നമുക്ക് എന്ത് ചെയ്യും, മോയ്സ്ചറുമായിട്ട് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലോത്തിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 16 mm ആണ് വരുന്നത്. ഇതിൻ്റെ ലെങ്ത് 30 മീറ്റർ വരെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റാലിക് ടേപ്പാണ്. രണ്ടാമത്തേത് മെറ്റാലിക് ടേപ്പ്. അപ്പോൾ ഈ മെറ്റാലിക് ടേപ്പിലെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് വാർണിഷ് ചെയ്ത ഒരു സ്ട്രിപ്പ് ഓഫ് ലിനൻ ഇൻ്റർവൂവൺ ആണ് വരുന്നത്. അതിൻ്റെ സ്മോൾ വയേഴ്സ് അല്ലെ ക്രോസ്, ബ്രാസ്, കോപ്പർ, ബ്രോൺസ് ഇതിൻ്റെയൊക്കെ ഒരു വയേഴ്സ് ബേസ് ചെയ്തിട്ട് ഇത് ഇൻ്റർവൂവൺ ചെയ്തിട്ടാണ് വരുന്നത്. ലൈറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ ഇതിൻ്റെയും വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 16 mm വിഡ്ത്തും അതുപോലെ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്ററിലാണ് വരുന്നത്, 50 മീറ്റർ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് സ്റ്റീൽ ടേപ്പാണ്. സ്റ്റീൽ ടേപ്പ് എന്ന് പറയുമ്പോൾ വളരെ ആക്യുറേറ്റഡ് ആയിട്ടുള്ളൊരു ടേപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞ 16 എന്നായിരുന്നു. സോ ഇതിൻ്റെ വിഡ്ത്ത് 6 to 10 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. സോ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവാർ ടേപ്പ്. ഇൻവാർ ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം ഇതിൻ്റെ അലോയ്സ് ആണ്. നമ്മൾ ഏറ്റവും ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ് ഇതെന്ന് പറയുന്നത് അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ. ഓക്കെ, നിക്കലിൻ്റെയും സ്റ്റീലിൻ്റെ അലോയ് ആണ്. അതിൽ തന്നെ സ്റ്റീൽ എന്ന് പറയുന്നത്
64%, നിക്കൽ എന്ന് പറയുന്നത് 36% ആണുള്ളത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റീൽ 64%, നിക്കൽ 36% ആണ് വരുന്നത്. അതുപോലെ തന്നെ വളരെ ലോ ആയിട്ടുള്ള ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് വരുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് വരുന്നത്. അതിൻ്റെ വാല്യൂ 0.9 × 10⁻⁶ per degree Celsius ആണ് വരുന്നത്. സോ ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 0.5 × 10⁻⁶ per degree ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ വാല്യൂ ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, സ്റ്റീലിൻ്റെയും നിക്കലിൻ്റെയും അലോയാണ് ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത്. സ്റ്റീൽ 64%, അതുപോലെ നിക്കൽ 36% ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നതും ഇൻവാർ ടേപ്പിൽ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് വരുന്നത്. ടേപ്പിൻ്റെ ലെങ്ത് 100 മീറ്റർ ആണ് വരുന്നത്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് റേഞ്ചിങ് റോഡാണ്. അപ്പോൾ ആദ്യത്തെ ചെയിൻ കഴിഞ്ഞു, രണ്ടാമത്തെ ടേപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റേഞ്ചിങ് റോഡാണ്. പൊതുവേ നമ്മൾ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മാർക്കിംഗ് സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 2 to 3 മീറ്റർ ലോങ് ആണ്. 2 to 3 മീറ്റർ ലോങ്. ഇതിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിലും ഉണ്ട്, അതുപോലെ തന്നെ ഒക്ടഗണൽ ഷേപ്പിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷനും ഉണ്ട്, ഒക്ടഗണൽ ക്രോസ് സെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു ബാൻഡ് ടൈപ്പിലാണ്, റെഡും വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ബാൻഡിൻ്റെ എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ റെഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ്. അതുപോലെ ബാൻഡിൻ്റെ ഓരോ ബാൻഡും 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ടോപ്പിൽ നമുക്കൊരു ഫ്ലാഗ് ഒക്കെ കൊടുക്കാൻ പറ്റും, അതിനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പം ഇനി ഇതിപ്പം എത്രാമത്തെയാണ്? നമ്മൾ മൂന്നാമത്തേതാണ് പഠിച്ചത്. ഇനി നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്യാത്ത ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, റേഞ്ചിങ് പോൾ. ഇത് റോഡ്, ഇത് റേഞ്ചിങ് പോൾ. ഈ റേഞ്ചിങ് പോളിൽ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് ഒന്ന് അറിഞ്ഞിരിക്കുക. റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് 4 to 8 മീറ്റർ ആണ് വരുന്നത്. സോ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 to 10 സെൻറ്റിമീറ്ററും, അതുപോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലറും ആയിരിക്കും. ഇതാണ് റേഞ്ചിങ് പോൾ. ഇത് നമ്മൾ പറഞ്ഞ നാലാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി അഞ്ചാമത്തെ ഇൻസ്ട്രുമെൻറ്റ്, ഞാൻ എടുത്തൊരു കാര്യം പറയാം. ഞാൻ ആദ്യം ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലിസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അഞ്ചാമത്തത് ആരോസ് ആണ്. ആരോസ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ തന്നെ മാർക്കിംഗ് പിൻസ് അല്ലെങ്കിൽ ചെയിനിങ് പിൻസ് എന്നൂടെ പറയുന്നുണ്ട്. മാർക്കിംഗ് പിൻസ് ഓർ ചെയിനിങ് പിൻസ്. അതുപോലെ തന്നെ ഇത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ചെയിനിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ചെയിന്, ഇപ്പോൾ നമ്മൾ ഒരു ചെയിൻ വാങ്ങിക്കുമ്പോൾ അതിൽ 10 ആരോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചെയിൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ 10 ആരോസ് കിട്ടും. അതുപോലെ തന്നെ ആരോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ഒരു 5 സെൻറ്റിമീറ്റർ ലൂപ്പുണ്ട്. 5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ. ലൂപ്പ് ബേസിസിലാണ് വരുന്നത്, ഒരു എൻഡിൽ ലൂപ്പുണ്ട്. സോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ്, മേഡപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അതുപോലെ ഇതിൻ്റെ തിക്നെസ് 4 mm ആണ് വരുന്നത്, തിക്നെസ് 4 mm. ഇത്രയും കാര്യങ്ങളാണ് ആരോയിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പെഗ്ഗാണ്. സോ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് പെഗ്. അപ്പോൾ പെഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മേഡപ്പ് ഓഫ് എന്താണ്, വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പെഗ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ, അപ്പോൾ ഗ്രൗണ്ടിൻ്റെ മുകളിലെന്ന് പറയുമ്പം അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ നമുക്കൊരു 4 സെൻറ്റിമീറ്റർ എങ്കിലും വിസിബിൾ ആയിരിക്കണം. 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിലും ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു 4 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് സ്ക്വയർ ക്രോസ് സെക്ഷനിലാണുള്ളത്. ഒരു 2.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 2.5 സെൻറ്റിമീറ്ററിൽ ബേസിസിലാണ് വരുന്നത്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പൊസിഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൊസിഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഓഫ് സെറ്റ് റോഡ്.
ഓഫ്സെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ സ്മോൾ അല്ലെങ്കിൽ റഫായിട്ടുള്ള മെഷർമെൻ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ഏകദേശം റേഞ്ചിങ് റോഡിനെ പോലെയാണ് നമ്മുടെ ഓഫ്സെറ്റും കാണുമ്പോൾ തോന്നുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല. സോ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൽ നാരോ സ്ലിറ്റ്സും ഉണ്ട്. ഇനി ഞാൻ ആദ്യമേ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമുക്കിതിലില്ലാത്ത 1-2 കാര്യങ്ങളൂടെ നമ്മൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ബട്ട് റോഡ്. ഈ ബട്ട് റോഡ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ റേഞ്ചിങ് റോഡിനെയാണ് നമ്മൾ ബട്ട് റോഡ് എന്ന് പറയുന്നത്. ഇതും ഓഫ്സെറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് ചോദിച്ചാൽ 1 യാർഡ് അല്ലെങ്കിൽ 1 മീറ്റർ ഇൻ ലെങ്ത് ആണ് വരുന്നത്. ഈ 1 മീറ്റർ എന്ന് വെച്ചാൽ ഒരു റൗണ്ടഡ് ഫിഗറിലാണ് 1 മീറ്റർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. 0.9 സംതിങ് ആണ് വരുന്നത്. അതിനെ നമ്മൾ 1 മീറ്റർ ആയിട്ട് റൗണ്ട് ചെയ്തെടുത്ത വാല്യൂ ആണ്. അതുപോലെ ജനറലി അതൊരു ബ്ലാക്ക് ഇൻ കളറിലാണ് ബട്ട് റോഡ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്ലം ബോബ്. പ്ലം ബോബ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ പോയിൻറ്റ്സ് വെർട്ടിക്കലി ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലം ബോബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്യാറുണ്ട്. സോ അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ലേത്ത് ആൻഡ് വൈറ്റ്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ ഇപ്പോൾ സൈറ്റിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ റേഞ്ചിങ് റോഡ്സും ഓഫ്സെറ്റ് റോഡൊന്നും അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ആ സൈറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു ടിമ്പർ പീസസ് ഓടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേത്ത് എന്ന് പറയുന്നത്. ഇനി വൈറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു സ്ലിറ്റ് കൊടുത്തിട്ട് അതിലൊരു പേപ്പറൊക്കെ വെച്ച് നമ്മൾ വിസിബിലിറ്റിക്കും അല്ലാതെ നമ്മുടെ ആയിട്ടുള്ളൊരു വർക്കിനും കാര്യങ്ങൾക്കും കൊടുക്കുന്നതിനെയാണ് നമ്മൾ വൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ലാസ്റ്റ് ഇൻസ്ട്രുമെൻറ്റിലോട്ട് പോവുകയാണ്, ക്രോസ് സ്റ്റഫ്. ഇപ്പോൾ ക്രോസ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഔട്ട് ദി റൈറ്റ് ആംഗിൾസ്. ഓക്കെ, റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ക്രോസ് സ്റ്റഫ് മാത്രമല്ല നമുക്കിതിൽ യൂസ് ചെയ്യാനുണ്ട്. ക്രോസ് സ്റ്റഫ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സ്ക്വയർ യൂസ് ചെയ്യാം, പിന്നെ പ്രിസം സ്ക്വയർ യൂസ് ചെയ്യാം, അതുപോലെ സൈഡ് സ്ക്വയർ. ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം, കാരണം ഇതിൽ നിന്ന് ഒരുപാട് PSC ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ഇതായിരിക്കും.